Hi everyone, this is Jebin from Evika. അങ്ങനെ iOS 18.5-ന്റെ ആർട്സ് റിലീസ് ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു അപ്ഡേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 6.58 GB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. ഒരു ബെയ്റ്റിൽ നിന്ന് ആർട്സിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഹ്യൂജ് സൈസ് എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്. ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബെയ്റ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാച്ച് ഓസിൻ്റെ പുതിയ ബെയ്റ്റ റിലീസ് ചെയ്യുന്നുണ്ട്, മാക് ഓസ്, tvOS എന്നിങ്ങനെ പുതിയ കുറേയധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ബെയ്റ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ബെയ്റ്റ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ബെയ്റ്റ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഒഫീഷ്യൽ അപ്ഡേഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ഈ ഒരു അപ്ഡേഷൻ്റെ തുടക്കം നമുക്ക് ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും iOS 18.5 22F75 എന്ന്. ഈ ഒരു ബിൽഡിൽ വേറെ ബഗ്ഗുകളോ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ഈ ഒരു സെയിം ബിൽഡ് നമ്പർ തന്നെയായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേഷനുമായിട്ടും വരാൻ പോകുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. തുടക്കം നമുക്ക് ഈ പറഞ്ഞ കാരിയേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൽ നെറ്റ്വർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ സെല്ലുലാർ എന്ന ഓപ്ഷനിൽ ഇന്ത്യയിൽ 2 പ്രൊവൈഡേഴ്സിന് കുറച്ചധികം പുതിയ ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഒന്നാമത്തെ എയർടെലിനാണ്. എയർടെലിൽ 5G സ്റ്റാൻഡ് ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഒരു എയർടെൽ കാരിയർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ഫോണുകൾക്കും ഇത് വന്നിട്ടുണ്ടാവില്ല. പതുക്കെ ആയിരിക്കും ഈ പറഞ്ഞ എയർടെൽ എല്ലാ ഡിവൈസിലേക്കും ഈ ഒരു സ്റ്റാൻഡ് ലോൺ എന്ന് പറയുന്ന 5G ഓപ്ഷൻ കൊണ്ടുവരാൻ പോകുന്നത്. അടുത്ത വന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിയോ യൂസേഴ്സിനാണ്. ജിയോ യൂസേഴ്സിന് ഇനി മുതൽ RCS അഥവാ റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നീ പറയുന്ന മെസ്സേജിങ് ഓപ്ഷൻ ആൻഡ്രോയിഡ് യൂസേഴ്സിനായിട്ട് നിങ്ങൾക്ക് കോമ്പാക്റ്റബിൾ ആവും. ഇത് ജിയോ യൂസേഴ്സിന് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് എനേബിൾ ചെയ്യാനായിട്ട് നേരെ ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. ആപ്ലിക്കേഷൻസിൽ മെസ്സേജ് എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ താഴത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഓപ്ഷനിൽ RCS എന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓൺലി ഇഫ് യു ആർ എ ജിയോ യൂസർ. ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. അല്ലാത്ത വേറൊരു കാരിയേഴ്സിനും ഇപ്പോൾ RCS എന്ന് പറയുന്ന ഓപ്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പുതിയ ഒരു പ്രൈഡിൻ്റെ വാൾപേപ്പർ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. പ്രൈഡ് ഹാർമണി എന്നാണ് ഈ ഒരു വാൾപേപ്പറിൻ്റെ പുതിയ പേര് എന്ന് പറയുന്നത്. ഈ ഒരു വാൾപേപ്പർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഡിവൈസിലാണെങ്കിൽ കുറച്ചും കൂടെ ഫീഡ്ബാക്കും അതേപോലെ ആനിമേഷൻസും നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. അതിനുശേഷം ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു ആനിമേഷൻ കാണാൻ പറ്റും. ഒരു ലൈൻ പോലെ വന്നിട്ട് ജസ്റ്റ് ആ ഒരു ബ്ലോക്സ് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ലൈൻസ് ബ്ലോക്ക് ഫില്ലാവുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള ഡിവൈസിലാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ വാൾപേപ്പർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. വാൾപേപ്പർ ഓപ്ഷനിൽ പുതിയ ആഡ് ന്യൂ വാൾപേപ്പർ എടുത്ത് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രൈഡ് എന്ന ഓപ്ഷനിലാണ് പുതിയ വാൾപേപ്പർ വന്നിരിക്കുന്നത്. ഈ ഒരു വാൾപേപ്പറിൻ്റെ പേര് എന്ന് പറയുന്നത് ഹാർമണി എന്നാണ്. iOS-ലും വാച്ച് ഓസിലും iPadOS-ലും ഈ പറഞ്ഞ വാൾപേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എനിക്ക് ഈ പറഞ്ഞ പ്രൈഡ് വാൾപേപ്പർ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആനിമേഷൻസും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നാണെങ്കിൽ എന്തായാലും ഈ ഒരു വാൾപേപ്പർ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് സ്ക്രീൻ ടൈമിലാണ്. അത് സെറ്റിങ്സിൽ നമുക്ക് ഈ പറഞ്ഞ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ സ്ക്രീൻ ടൈം എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് പാരൻ്റൽ കൺട്രോൾ വെച്ച് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡിവൈസിൽ നിങ്ങൾക്ക് കുറച്ചധികം ആപ്ലിക്കേഷൻസിന് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അതിനെല്ലാം നിങ്ങൾക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ആ ഒരു ലിമിറ്റ് കറക്റ്റായിട്ട് മാറ്റണമെങ്കിൽ കുറച്ചധികം ട്രിക്ക് അറിയാവുന്ന പിള്ളേർ എന്ത് ചോദിച്ചാൽ ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യും, അതിനുശേഷം റീഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ പാസ്വേഡ് അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ iOS 18.5-ൽ ഇനി മുതൽ ആ ഒരു കാര്യം നടക്കില്ല. കാരണം കുട്ടികൾ ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഡിവൈസിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇനി മുതൽ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇനി മുതൽ പുതിയ പുതിയ ആപ്ലിക്കേഷൻസും എക്സിസ്റ്റിംഗ് ആയ ആപ്ലിക്കേഷൻസിന് ലിമിറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പാരൻ്റൽ കൺട്രോളിൻ്റെ ഒരു ഡെഡിക്കേറ്റ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കാര്യം കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മുടെ യൂസേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അടുത്ത വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡിവൈസിൻ്റെ സെല്ലുലാർ യൂസേഴ്സിന് തന്നെയാണ്. പക്ഷേ ഇത് ഇന്ത്യയിലല്ല കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. സെലക്റ്റഡ് കൺട്രീസിൽ മാത്രമാണ് ഈ പറയാൻ പോകുന്ന ഓപ്ഷൻ ഇനി അവൈലബിൾ ആവുന്നത്.
iPhone 14 മുതലാണ് എമർജൻസി വിയ സാറ്റലൈറ്റ് എന്ന ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. പക്ഷേ ഇപ്പോൾ T-Mobile എന്ന് പറയുന്ന കമ്പനി സ്റ്റാർലിങ്ക് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് iPhone 13ലേക്കും ഈ ഒരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യാനായിട്ട് ഹാർഡ്വെയറിൻ്റെ യാതൊരു കാര്യവും നിങ്ങൾക്ക് വേണ്ട. ഈ പറയുന്ന സാറ്റലൈറ്റിൻ്റെ ഓപ്ഷനുള്ള എല്ലാ കൺട്രീസിലും iOS 18.5 വന്നു കഴിയുമ്പോൾ T-Mobile യൂസേഴ്സിന് ഈ പറഞ്ഞ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എമർജൻസി സിറ്റുവേഷനിൽ ഇനി മുതൽ കോൺടാക്ട് ചെയ്യാം 911. അതേപോലെ ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ആ ഒരു ഹെൽപ്പ് സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ പുറത്തുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ഓപ്ഷൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അബ്രോഡുള്ള എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വന്നിരുന്ന മാറ്റം ഐഫോണിലെ ഡബിൾ ടാപ്പ് എന്ന ഓപ്ഷനാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ ആക്സസിബിലിറ്റി ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ടച്ച് എന്ന ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ബാക്ക് ടാപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ പുതിയൊരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്, ഷോ ബാനർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമൈസേഷനും അതോടൊപ്പം ബാക്ക് ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഫീഡ്ബാക്കാണ് മുതൽ തരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യാൻ പോവാണ്. ഡബിൾ ടാപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ഒരു പ്രോംപ്റ്റ് വരുന്നത് കാണാൻ പറ്റും, ഡബിൾ ടാപ്പ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഈ ഒരു ഷോ ബാനർ എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം. അല്ല, ഈ പറയുന്ന ആക്സിഡൻ്റലി ഓഫ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ആക്സിഡൻ്റലി ഡബിൾ ടാപ്പ് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോ ബാനർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്യാം. സോ അടുത്ത് വന്നിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ iOS 18.5ൽ ആപ്പിൾ കെയർ പ്ലസിൻ്റെ ഓപ്ഷനും കുറച്ചധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കുറച്ചും പുതിയ ഇൻ്റർഫേസ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ പുതിയ പ്രൊഡക്റ്റുകൾക്കും കറക്റ്റായിട്ടുള്ള ഓപ്ഷനും അതോടൊപ്പം ഈ ഒരു ഡിവൈസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് പെർട്ടിക്കുലർ ഡിവൈസ് നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പറും ബാക്കി കാര്യങ്ങളും നമ്മൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ പറഞ്ഞ സെറ്റിങ്സിൽ തന്നെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് പെർഫോമൻസ് കുറച്ചും കൂടി സ്മൂത്ത് ആയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതോടൊപ്പം വലിയ മൈക്രോ സ്റ്റട്ടേഴ്സോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ട് തന്നെയാണ് എൻ്റെ iPhone 11 എന്ന് പറയുന്ന ഡിവൈസിൽ ഈ പറഞ്ഞ iOS 18 റൺ ചെയ്യുന്നത്. സോ ഒരു കറക്റ്റായിട്ടുള്ള ഇമ്പാക്റ്റും അതോടൊപ്പം ഫീഡ്ബാക്കും കിട്ടാൻ തറവായിട്ടൊരു 3-4 ദിവസം നമുക്ക് യൂസ് ചെയ്താൽ മാത്രമാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയാൻ പറ്റുക. ആൻഡ് ഇത്ര നേരം ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ബാക്കിലും സൈഡ് ഗ്രില്ലിലും എനിക്ക് വലുതായിട്ട് ഹീറ്റിങ്ങോ ബാക്കി കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. iOS 18.5ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നായിരിക്കും എന്ന് വെച്ചാൽ മിക്കവാറും നെക്സ്റ്റ് വീക്ക് ഒരു 12-13 എന്നീ പറഞ്ഞ ഡേറ്റിൽ തന്നെയായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാവുന്നത്. വേറെ ബഗ്ഗോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കും. ആ ഒരു അപ്ഡേറ്റിന് ശേഷം തന്നെ iOS 18.6ൻ്റെ പുതിയ ബീറ്റയും നമുക്ക് മിക്കവാറും നെക്സ്റ്റ് വീക്കിൽ തന്നെയാണ് റിലീസ് ആവാൻ പോകുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതും വെയിറ്റ് ചെയ്യുന്നതും ജൂൺ 9 വരാൻ പോകുന്ന WWDC 2025 iOS 19ൻ്റെ പുതിയ ബീറ്റ ജൂൺ 9 ആയിരിക്കും നമുക്ക് വരാൻ പോകുന്ന ഡെവലപ്പർ ബീറ്റ മാത്രം. ജൂലൈയിലായിരിക്കും അതിൻ്റെ പബ്ലിക് ബീറ്റ നിങ്ങൾക്ക് റിലീസ് ആകാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് iOS 18.5ൻ്റെയും iOS 19ൻ്റെയും ഒരു റിലീസ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആപ്പിളിലെ പുതിയ കോണ്ടന്റ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Abid Xavier signing from Evica.